ഭൂതകാലത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആരോ ആണ് ഇതെനിക്ക് അയച്ചിരിക്കുന്നത്. കാലമെല്ലാം മായ്ച്ചു എന്ന് കരുതി സമാധാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെങ്ങനെ നിനക്ക് കിട്ടി? കൊറിയറിൽ വന്നതാ കുഞ്ഞോള്. ഇത് ഭൂതകാലം വേട്ടയാടുന്നു. ചിന്നുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോ ഭദ്രേട്ടനും മനസ്സിലായോ? കുഞ്ഞോളെ, അതിന് ചിന്നുവിനും ഫോട്ടോയും തമ്മിൽ എന്താ ബന്ധം? ഈ ഫോട്ടോയുടെ പിന്നിൽ ഒരു കുറിപ്പും കൂടിയുണ്ട്. കല്യാണിയുടെ കണ്ണീര് വീഴ്ത്തരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഭൂതകാലം വേട്ടയാടുമെന്ന്. കല്യാണി ആരാണെന്ന് ഇപ്പൊ ഏട്ടന് മനസ്സിലായില്ലേ? ഇല്ല. ചിന്നു. ചിന്നുവിന്റെ കാവൽ മാലാഖിയായി ആരോ അവതരിച്ചിരിക്കുക. മാഡം, ചായ. മാഡം, ചായ. ഇത് സാധാരണ ചായയാണോ അതോ നല്ല വിഷമോ മറ്റോ ഇതിൽ ചേർത്തിട്ടുണ്ടോ? ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കണ്ട എന്നറിയാത്ത കാലഘട്ടമാണ്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. മാഡത്തെ കൊന്നതുകൊണ്ട് എനിക്ക് എന്ത് ലാഭമാണുള്ളത്? ഞാനില്ലാതായാൽ നിനക്കാണല്ലോ ഏറ്റവും വലിയ നേട്ടം. നിനക്ക് റാണിയായിട്ട് സുഖിച്ചു വാഴാമല്ലോ. മാഡം, റാണിയായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അതിന് ആഗ്രഹിച്ചിട്ടുമില്ല. മാഡത്തിന് പേടി മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ചായ കുറച്ച് കുടിച്ചിട്ട് തരാം. എന്നിട്ട് ഞാൻ ചാകുന്നുണ്ടോന്ന് നോക്കിയതിന് ശേഷം മാഡം സാവധാനം ചായ കുടിച്ചാൽ മതി. എന്തു പറയുന്നു? വിശ്വാസം ഉണ്ടെങ്കിൽ ചായ കുടിക്കാം, വിശ്വാസം ഇല്ലെങ്കിൽ മാഡത്തിന് അത് കളയാം. കഷ്ടകാലം മൂക്കുമ്പോ മണ്ണിരയും പത്തി വിടർത്തി തുടങ്ങി. ഞാനൊന്ന് വീണു പോയപ്പോ ഇവളുടെയും നാവ് പൊന്തി. എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആരോ എനിക്കെതിരെ കരുക്കൾ നീക്കുകയാ. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ചന്ദ്രമ്മ, എന്തായിരുന്നു ചന്ദ്രമ്മ അത്? മനസ്സിനെ കുത്തി നോവിക്കാനുള്ള ഒരവസരവും കളയില്ലല്ലോ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിതം എന്ത് മനോഹരമായിരുന്നേനെ. ചന്ദ്രമ്മയെ പോലെ എന്തൊക്കെ വന്നാലും കരയാതെ പിടിച്ചു നിൽക്കുന്നവര് ജീവിതത്തെ തോൽപ്പിച്ചവരാ. ചിന്നു, ജീവിതത്തെ തോൽപ്പിച്ചവർ ആരുമില്ല, ജീവിതം തോൽപ്പിച്ചവരാ അധികവും. ചന്ദ്രമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്നു, ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ അനുഭവങ്ങൾക്കേ കഴിയൂ.
ഫോട്ടോകൾ എന്നെ ഭയപ്പെടുത്തുന്നു. ഭൂതകാലത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആരോ ആണ് ഇതെനിക്ക് അയച്ചിരിക്കുന്നത്. കാലമെല്ലാം മായ്ച്ചു എന്ന് കരുതി സമാധാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കാണാമറയത്തേതോ അജ്ഞാതനായ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുന്നു. അതാരായിരിക്കും? കല്യാണിയെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ അജ്ഞാതനായ ശത്രു അതാരായിരിക്കും? രമാ മേഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? രമ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ആ ഈശ്വര. പക്ഷേ ചിന്നു ആണ് രമയെ കൊല്ലാൻ നോക്കിയെന്നാ രമ പോലീസിനോട് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയായി ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ചിന്നു അങ്ങനെ ചെയ്യില്ലെന്ന് രമയോട് എത്ര തവണ പറഞ്ഞിട്ടും രമ കേൾക്കുന്നില്ല. ശരി. ആ ശരി.